ഹായ്, മനോരഥങ്ങൾ സീരീസിൽ രതീഷ് അമ്പാട്ട് സംവിധാനം ചെയ്ത എപ്പിസോഡാണ് കടൽക്കാറ്റ്. ഇന്ദ്രജിത്താണ് ലീഡ് റോളിൽ വന്നിട്ടുള്ളത്. അപർണ ബാലമുരളി, ആനഗസ്റ്റിൻ, പിന്നെ കുറച്ച് കുഞ്ഞു ആർട്ടിസ്റ്റുകളും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് MTയുടെ അന്നത്തെ കാലത്ത് കേട്ടോ, ഇത് എഴുതിയ കാലഘട്ടത്തിലെ ഒരു പുരോഗമനപരമായിട്ടുള്ള ഒരു സ്റ്റോറി ആയിരുന്നെന്നും ഈ സ്റ്റോറി ഒരുപാടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഒറിജിനൽ സ്റ്റോറി ഞാൻ വായിച്ചിട്ടില്ല. കാരണം അത് എപ്പിസോഡ് ആക്കുന്ന സമയത്ത്, ഒരു അരമണിക്കൂറിലൊരു എപ്പിസോഡ് ആക്കുന്ന സമയത്ത് നമുക്ക് തോന്നുമല്ലോ, ഇതിങ്ങനെ ചുരുക്കിയതുപോലെ നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. ഈ എപ്പിസോഡ് എനിക്ക് അങ്ങനെ തോന്നി. പിന്നെ പ്ലോട്ട് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഏകദേശം ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഇന്ദ്രജിത്ത്, കേശവ് എന്നാണ് ഇയാളുടെ പേര്. ഇയാളൊരു ബിസിനസ്സുകാരനാണ്. നിലവിലാണ് ഇതൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് ഫാമിലി പരമായിട്ട് അത്യാവശ്യം തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കേശവിൻ്റെ ഭാര്യയാണ് ഭാരതി, അതായത് അപർണ ബാലമുരളി അവതരിപ്പിക്കുന്ന കഥാപാത്രം. ഇവർ ഒരു വീട്ടിൽ തന്നെ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കുന്ന ഒരു ലേഡിയാണ്. അപ്പോൾ കേശവ് വീട്ടിൽ നിന്ന് മാറി അയാളുടെ ടൗണിലാണ് താമസിക്കുന്നത്. അയാളുടെ കമ്പനി ഔട്ട്ലെറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി അയാൾ അവിടെ താമസിക്കും. അയാൾ വീട്ടിലേക്ക് വരുന്ന ഏതെങ്കിലും കാലത്തായിരിക്കും. അപ്പോൾ വീട് ഒരു കടപ്പുറത്തൊരു സൈഡിലാണ്. അപ്പോൾ കടൽക്കാറ്റ് കൊണ്ട് കഴിഞ്ഞാൽ ഇയാൾക്ക് എന്തോ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള എന്തോ ഒരു അസുഖം വരും, ശ്വാസം മുട്ടലോ അങ്ങനെ എന്തൊക്കെ വരും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇയാൾ അങ്ങോട്ടേക്ക് മാറി നിൽക്കുന്നത്. പക്ഷെ സംഭവം എന്ന് വെച്ചാൽ ഇയാൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വേറൊരാളുമായിട്ട്, ഒരു മാർഗരറ്റ് എന്ന് പറയുന്ന ഒരു പെണ്ണുങ്ങളുമായിട്ട് ഒരു റിലേഷൻ ഉണ്ട്, ഒരു എക്സ്ട്രാ അഫെയർ ഉണ്ട്. പക്ഷെ സങ്കടകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇയാളുടെ ഒറിജിനൽ ഭാര്യ, അതായത് ലീഗലായിട്ടുള്ള ഭാര്യയിൽ ഇയാൾക്ക് ഒരു കുട്ടി ഉണ്ടല്ലോ, ഒരു കുട്ടിയുണ്ട്, ഒരാൾ ഗർഭിണിയുമാണ്. അപ്പൊ ഈ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കാൻ, ഈ കുട്ടിക്ക് എന്തോ അസുഖം മറ്റോ ഉണ്ട്, ഇതിന് മരുന്ന് വാങ്ങി കൊടുക്കാനൊന്നും അത്ര കെയർ ചെയ്യില്ല ഇയാൾ. ഈ വീടുമായിട്ട് സംബന്ധിക്കുന്ന ഒരു കാര്യവും അയാൾ അങ്ങനെ ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു ടൈപ്പ് ആളാണ്. വീട്ടിലത്തെ നായ പ്രത്യേകിച്ച് കാണിക്കണം. വീട്ടിലത്തെ നായ പോലും ഇയാളുമായിട്ടുള്ള ഒരു കണക്ഷൻ വിട്ടുപോകുന്നൊരു സാഹചര്യമുണ്ട്. അതായത് ഇയാൾ ഏതൊരു സമയത്ത് വീട്ടിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വീടിന്റെ ഉടമസ്ഥൻ, വീടിന്റെ യജമാനും നായയും തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ടാവുമല്ലോ. ആ ഒരു കണക്ഷൻ വരെ വിട്ട് ഇയാൾ വല്ലാണ്ട് ഫാമിലിയിൽ നിന്ന് ഇങ്ങനെ അകന്നകന്ന് പോകുന്ന ഒരു പ്ലോട്ടാണ് ഇതിൽ കാണിച്ചു വെച്ചിട്ടുള്ളത്. പിന്നെ ആനഗസ്റ്റിൻ ആണ് ഈ മാർഗരറ്റ് ആയിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ആനഗസ്റ്റിൻ്റെ ഇംഗ്ലീഷ് ഡയലോഗ് ഡെലിവറിയൊക്കെ അബദ്ധമായിരുന്നു. പലതും ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് പറയാൻ വേണ്ടി പറയുന്നത് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഒരിക്കലും അങ്ങനെ ഒരു ആംഗ്ലോ ഇന്ത്യൻ ഒന്നും ഒരിക്കലും ആ രീതിയിൽ സംസാരിക്കില്ലല്ലോ. അതുപോലെ തന്നെ ഇന്ദ്രജിത്തിന്റെ ആംഗ്ലോ ഇന്ത്യൻ അല്ല, ഇന്ദ്രജിത്തിന്റെ, അതായത് കേശവിന്റെ ഇംഗ്ലീഷ് ഡയലോഗ്സ് ഒക്കെ ആസ് യൂഷ്വൽ അതുപോലെ തന്നെ പണ്ട് കാലത്ത് ഒരു ഇംഗ്ലീഷ് ഡയലോഗ് നമ്മുടെ നാട്ടിലൊരാൾ പറഞ്ഞ എങ്ങനെ ഉണ്ടാകും അതുപോലെ തന്നെയായിരുന്നു. പിന്നെ സിനിമ ചിത്രീകരിച്ച് വെച്ചിട്ടുള്ള അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ, കാണാൻ ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപർണ ബാലമുരളി ആസ് യൂഷ്വൽ ഒരു നാടൻ അമ്മച്ചിയായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. ഇതിലും പറയുന്നത് ഈ പോളിഗമി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ മനുഷ്യന്മാർ പോളിഗമി ആവുന്നതിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ലീഗലി ഒരാളുമായിട്ട് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത്, അതിൽ കുട്ടികളൊക്കെ ഉണ്ടായിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള പരിപാടികൾക്ക് പോകുന്നത് അതിനൊരു എത്തിക്സിന് ചേർന്നല്ല. അതിന്റെ കോമഡി എന്ന് വെച്ചാൽ, ഇയാൾ നാട്ടിലേക്ക് വന്നതിന് ശേഷം അന്ന് വൈകുന്നേരം തന്നെ ഇയാൾ എന്ത് ചെയ്യുന്നറിയോ, തിരിച്ച് ഇയാൾ ടൗണിലേക്ക് പോകും, ഇയാൾ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകും. ഇത് മാർക്കറ്റിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പക്ഷേ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ലീഗൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കണം എന്ന് ഈ വീട്ടുകാരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഈ കേശവ് ടൗണിലേക്ക് പോകുന്നത്. പോകുന്ന സമയത്ത് ഇയാൾ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ, നമ്മുടെ മാർഗരറ്റ് കല്യാണമെല്ലാം കഴിഞ്ഞ് ചെക്കൻ്റെ കൈയും പിടിച്ച് വരുന്ന ഒരു കാഴ്ചയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അവരെന്തിനാ അങ്ങനെ ചെയ്തു എന്നുള്ള ഒരു ചോദ്യം അവിടെ ബാക്കി വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു വലിയ കഥയാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. കണ്ടിരിക്കാൻ വലിയ ബോറടിയൊന്നും ഇല്ലാത്ത ഒരു എപ്പിസോഡായിരുന്നു. പിന്നെ കാണാം കേട്ടോ, അങ്ങനെ അല്ലാതെ വലിയൊരു സംഭവമൊന്നുമില്ല. ജസ്റ്റ് കണ്ടിരിക്കാം. ഒരു 39 മിനിറ്റ് നമുക്കങ്ങനെ ഇങ്ങനെ തീർക്കാനൊക്കെ പറ്റും. പിന്നെ അഭിനയം എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഡയലോഗ്സ് ഞാൻ പറഞ്ഞല്ലോ, ആനഗസ്റ്റിൻ അവതരിപ്പിച്ച ആ ഒരു ആംഗ്ലോ ഇന്ത്യൻ റോളിന്റെ ഡയലോഗ്സ് ഒക്കെ അബദ്ധമായിരുന്നു. അതായത് പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ അവർ ഭയങ്കരമായിട്ടൊരു ആർട്ടിഫിഷ്യൽ രീതിയിലാണ് അവർ പറഞ്ഞു പോകുന്നത്. അപർണ ബാലമുരളി അത്യാവശ്യം നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ മകളായിട്ട് അഭിനയിച്ച കുട്ടിയും അത്യാവശ്യം അടിപൊളിയായിരുന്നു. പിന്നെ അവരുടെ വീട് കാണിക്കുന്ന സമയത്ത്, ഇവരുടെ വലിയ തോട്ടമുണ്ട്, ഞാൻ പറഞ്ഞല്ലോ വലിയ കൃഷിക്കാരാണ്, മാടമ്പിമാരാണ്. അപ്പോൾ ഇവരുടെ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന വലിയ പ്രായമുള്ള 85 വയസ്സുള്ള ഒരു അപ്പാപ്പനെ ഈ അപർണ ബാലമുരളി അയാളുടെ പേരെടുത്ത് വിളിക്കുകയും, ഈ വയസ്സായ മനുഷ്യൻ ഈ പെണ്ണുങ്ങളെ തമ്പ്രാട്ടി എന്നൊക്കെ വിളിക്കുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ സമയത്ത് കണ്ടിരിക്കാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ കാര്യം പറയുന്നുള്ളൂ കേട്ടോ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അറിയില്ല. അങ്ങനെയുള്ള ചില ആ രീതിയെല്ലാം കാണുമ്പോഴത്തേക്ക് എനിക്ക് പൊതുവെ ഒരു ഫീലാണ് ഉണ്ടാവുക. പക്ഷെ പഴയ കഥയല്ലേ, സൈക്കിൾ അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കടൽക്കാറ്റ്.